ഹായ് ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ മരണത്തിനെയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അല്ലെങ്കിൽ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? എനിക്ക് ഇപ്പം വിശ്വാസമായി ദൈവം ഉണ്ടെന്നുള്ളത്. മനസ്സിലായി. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഒരു കുഴപ്പമില്ലാതെ വരുന്നത്. ഒരു കുഴപ്പവും ഇല്ലാതെ വരുന്നതെന്നല്ല, എന്താണ് പറയുന്നത്, അയ്യോ എനിക്കറിയത്തില്ല എങ്ങനെ അത് പറയണ്ടേന്ന്. അതൊക്കെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. കാരണം ഇന്നലെ ഞാൻ വർക്കിന് പോയിട്ട് വന്നിട്ടുള്ള പൈസ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. പിന്നെ വേറെ ചേച്ചിയുടെ സാരി കൊടുക്കാനുണ്ടായിരുന്നു, അതെൻ്റെ കയ്യിലായിരുന്നു. അപ്പം ഞാനത് കൊടുക്കാനെ കൊണ്ട് പോയതാ. കൊടുത്തിട്ട് പൈസ വാങ്ങിച്ചിട്ട് വരാനെ കൊണ്ട് വന്നതാ. ഒരു വലിയ കുത്തനുള്ള ഇറക്കം. ആ ഇറക്കം ഇങ്ങനെ കിടക്കുക, വലിയ ഇറക്കമാണ്. ആ ഇറക്കം ഞാൻ വണ്ടി എടുത്ത് ഇറങ്ങി. എനിക്ക് ബ്രേക്ക്, അവരുടെ വീടെത്തി തൊട്ടപ്പുറത്തൊരു മതിൽ, ആ കുത്തനുള്ള ആ ഒരു ഇങ്ങനെ ഇറക്കം കിടക്കുന്നു. അതിന് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു മതിലുണ്ട്. ആ ഇറക്കത്തിൻ്റെ ഇപ്പുറത്തുകൂടെ റോഡ് പോകുന്നുണ്ട്. ഞാൻ ആ ഇറക്കം ഇറങ്ങി വന്ന് ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. അവരുടെ വീടെത്തി, ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ ഞാൻ കാണുന്നത് അവരുടെ മതിലും കഴിഞ്ഞ് ഞാനും വണ്ടിയും കൂടെ അവിടെ കിടക്കുന്നതാ. കണ്ടു തുറന്ന് നോക്കിയപ്പോൾ ചുറ്റും ആൾക്കാർ എല്ലാവരും ഉണ്ട്. ഞാൻ വിചാരിച്ച എൻ്റെ തലയ്ക്കൊന്നും പറ്റിയില്ല, ഹെൽമെറ്റ് ഇട്ടിട്ടുണ്ട്, തലയ്ക്കൊന്നും പറ്റിയില്ല. കാലിന് ഞാൻ വിചാരിച്ച കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷേ അവിടെ നമ്മളെ ദൈവം നമ്മളെ താങ്ങി എന്നുള്ളതാണ്. കാരണം എനിക്ക് ഒരു പ്രശ്നവും വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. കാരണം വേറെ ഒന്നുമില്ല, 2 കുഞ്ഞു മക്കൾ കിടക്കുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ അവരുടെ ഭാവി നമ്മളൊന്ന് ആലോചിക്കണ്ടേ. എനിക്കതൊക്കെയായിരുന്നു ടെൻഷൻ. ഞാൻ വിചാരിച്ചെൻ്റെ കാല് ഒടിഞ്ഞിട്ടുണ്ടാവുമെന്ന്. പക്ഷെ ദൈവം സഹായിച്ച് കാലിനും കുഴപ്പമില്ല, കൈക്കൊന്നും ഒരു കുഴപ്പമില്ല. പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടുവിൻ്റെ അവിടെ ഒരു സ്ക്രാച്ച് പോലെ ഉണ്ട്. അപ്പം ഒരു 2 ആഴ്ചത്തേക്കിനും ബെഡ് റെസ്റ്റ് പറഞ്ഞേക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തെങ്കിലും ആ വീഴ്ചയിൽ പറ്റിയിരുന്നെങ്കിലെന്ന്. പക്ഷെ എല്ലാവർക്കും അത്ഭുതമാട്ടോ. അവിടെ വീണിട്ടുള്ള ഒട്ടുമിക്ക പേർക്കും പരിക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ദൈവം ഉണ്ടെന്ന് പറയുന്നത് എന്ത് ഇതാണെന്നറിയാമോ? ദൈവമൊക്കെ ഉണ്ട്. ഞാൻ പാതി ദൈവം പാതി എന്നാ. എൻ്റെ വീട്ടുകാരുടെ ഭാഗ്യമാണോ അതിന് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാഗ്യമാണോ എന്നറിയത്തില്ല. എനിക്കൊന്നും പറ്റാതെ ഈ ഒരു ഇപ്പോൾ